എന്നാൽ അങ്ങനെ ഹെഡ്സെറ്റ് കൂടി ഇട്ടാൽ ലുക്കായി. എല്ലാരും ഭയങ്കര ചെത്തിലാണല്ലോ. മുകളിൽ വെക്കാം, വേഗം വാ. എന്താണ് രണ്ടുപേരും കൂടി? എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ. എന്തുവാ? എന്തുവാ ചോദിക്കുന്നേ? എന്തോ പറയാൻ? വീട്ടിൽ ഇരുന്നെന്ന് പറയണം. നമുക്ക് എവിടെങ്കിലും ടൂർ പോവാം പപ്പ, പ്ലീസ് പപ്പ. ഇനി 2 days മാത്രമേ ഉള്ളൂ. 2 days? ഇനി 4 days ഇല്ലേ? ഞങ്ങൾ എവിടെങ്കിലും കൊണ്ടുപോ പപ്പ, പ്ലീസ് പപ്പ, പ്ലീസ് പപ്പ, പ്ലീസ് പപ്പ, പ്ലീസ് പപ്പ, പ്ലീസ്. ഓക്കെ എല്ലാരും പോയി പാക്ക് ചെയ്തോ. നമുക്ക് നാളെ വെളുപ്പിനെ പോവാം. ഓക്കെ? അല്ല, നിങ്ങൾ എവിടെയെങ്കിലും പോണെന്ന് പറഞ്ഞോ? വെക്കേഷൻ അല്ലേ, എവിടെയെങ്കിലും കൊണ്ടുപോവാം. സ്കൂൾ
തുറക്കാൻ ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. ഇപ്പോഴാണോ പോണത്? അതിന് ഞാനൊന്ന് ഫ്രീ ആവണ്ടേ? ഇനിയിപ്പം ഒരെന്ത് മുകളിലായി പെട്ടിയിരിക്കുന്നേ. ഇന്ന ശിവ, ഇതങ്ങോട്ട് പിടിച്ച് താഴെ വെക്ക്. ഇങ്ങെടുക്ക് മമ്മ. യു ഡോണ്ട് വറി. എനിക്ക് ഈ പെട്ടി മതി. പാരീസ് ഗൗരിയുടെ പെട്ടിയെക്കാട്ടിലെ സൂപ്പർ പെട്ടി. ഗൗരി ദേ എനിക്ക് സൂപ്പർ പെട്ടി കിട്ടി. ഓ ഇനി അടുത്ത അടിക്കാ രണ്ടും കൂടിയിട്ട്. 2 പെട്ടിയും കൂടി ഇങ്ങ് എടുക്കാം. ഇതെന്തുവാ? ഇതെന്തോ ഒരു ഹൈറ്റിലെടുത്ത് വെച്ചേക്കുന്നേ. അമ്മേ, അവിടെ ഇരിക്കേ. എല്ലാ ഡ്രസ്സും കൂടെ എടുത്ത് വെക്കല്ലേ. ആവശ്യത്തിന് ഡ്രസ്സ് എടുത്ത് വെക്ക്. കൊണ്ടുപോവാനും പാടാ. അതിന് നമ്മൾ വണ്ടിയിലല്ലേ പോണത്? വണ്ടിയിലല്ലേ സാധനങ്ങൾ ഇരിക്കുക മമ്മ. എന്നാലും എല്ലാം കൂടെ പാടാ. ആവശ്യത്തിന് എടുത്താൽ മതി. 2 ദിവസത്തെ എടുത്താൽ മതി രണ്ടുപേരും, കേട്ടോ? ഓക്കെ മമ്മ, ഞാൻ 2 ദിവസത്തെ എന്തായാലും എടുക്കുന്നുള്ളൂ. മമ്മ പൊക്കോ, ഞങ്ങൾ പാക്ക് ചെയ്തോളാം. ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചോളാം, കേട്ടോ? സാധനങ്ങളൊക്കെ എടുത്തുവെച്ചോ. ചേട്ടായി ഓപ്പൺ ചെയ്ത് തരാം. ഓക്കെ, ഇനി ഈ പെട്ടിക്കകത്ത് സാധനങ്ങൾ എടുത്ത് വെച്ചോ, കേട്ടോ? ഓക്കെ.
പോവല്ല, 2 ദിവസത്തെ സാധനങ്ങൾ മതി. ഇതെന്തോ കാണിച്ചു വെച്ചേക്കുന്നേ? എന്റെ പാറൂസ് മോളെ, ചക്കരേ, നമ്മള് അവിടെ ഒരുപാട് ദിവസം നിൽക്കാൻ പോവല്ല. അതുകൊണ്ട് നമുക്ക് ഇത്രയും സാധനമൊന്നും വേണ്ട കേട്ടോ. മമ്മ എടുത്ത് വെച്ചോളാം. മോളിങ് വാ. നമുക്കിനി കുറെ സമയമൊന്നുമില്ല ശിവ. പെട്ടെന്നുള്ള ട്രിപ്പ് ആയതുകൊണ്ട് ഞാൻ എന്തായാലും കുറച്ച് ഡ്രസ്സ്, എനിക്ക് കുറച്ച് സ്കേർട്ട് വേണം, പിന്നെ സ്വിമ്മിങ് സ്യൂട്ട് വേണം. സ്വിമ്മിങ് സ്യൂട്ട് നമുക്ക് അവിടെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങാലോ. പിന്നെ അങ്ങനെ കുറച്ച് ഡ്രസ്സ്, ഷൂ, അങ്ങനെ കുറച്ച് സാധനം വേണം. ബ്രഷ്, പേസ്റ്റ്, ഇതൊന്നും മറക്കല്ലേ ശിവ. നിങ്ങൾ ഇവിടെ തല്ലു പിടിക്കുന്ന സമയത്ത് ഞാൻ എന്തൊക്കെ എടുത്ത് വെച്ചെന്നറിയോ? ലെറ്റ്സ് ഓപ്പൺ ഇറ്റ്. ഓക്കേ, ബേബിയുടെ ഡയപ്പർ, പിന്നെ ബേബി ഷാംപൂ, ഇതൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളതാ. പിന്നെ വേണ്ടത് ബേബിയുടെ മിൽക്ക് പൗഡർ. ഓക്കെ, ഈ പെട്ടിക്കകത്ത് ഇത് ഇത്രയും വെക്കാം. മമ്മയ്ക്ക് അപ്പൊ പെട്ടെന്ന് നടന്ന് തപ്പി എടുക്കണ്ടല്ലോ. പിന്നെ ഈ പെട്ടി അറിയോ? ഇതെന്താ പെട്ടിക്കകത്ത്? ഈ പെട്ടിയില് നമുക്ക് ബേബീസിന്റെ പെട്ടെന്നുള്ള കൊച്ചു തുണിയൊക്കെ വെക്കാണെങ്കിൽ ബേബിയെ പെട്ടെന്ന് നമുക്ക് തുടച്ചു കൊടുക്കാം. അപ്പൊ ഈ ഒരു ബോക്സ്, പിന്നെ കുറച്ച് സ്നാക്സ്, പിന്നെ നമുക്ക് എന്താ വേണ്ടത്? ബ്രഷ് വേണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ബ്രഷ് വേണം. ഇത് എനിക്ക് ഈ ബ്രഷ്, ഇത് ഗൗരിക്ക്, ഇത് പാറൂസ് മോക്ക്, ഇത് പപ്പയ്ക്ക്, ഇത് മമ്മയ്ക്ക്. അപ്പം 5 ബ്രഷ് എടുത്തിട്ടുണ്ട്. 5 ബ്രഷ് എടുത്ത് നമുക്കിത് ഇത്രയും എടുത്തിട്ട് വെക്കാം. അപ്പൊ ഈ പെട്ടിയിൽ നമ്മൾ ഇത്ര ഐറ്റംസ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കിത് ഇത്രയും വേഗം വെക്കാം. ഇതിനകത്ത് നമുക്ക് വേറെ ഒന്നും വെക്കണ്ട. ഓക്കെ, ആ പെട്ടി ഡൺ. ഇനി നെക്സ്റ്റ് എൻ്റെ പാരീസ് പെട്ടി. ലെറ്റ്സ് ഓപ്പൺ. ഓക്കെ ഓക്കെ ഗൗരി, ഇത് നിന്റെ ഷൂ അല്ലേ? എന്നാ ഇതപ്പം നിന്റെ ബോക്സിൽ വെക്ക്. ഓക്കെ ഓക്കെ, എന്റെ ഷൂ. അല്ല, ഷൂ എന്തിനാ ബോക്സിലാക്കുന്നേ? നാളെ ഞാൻ ഇതാ ഇട്ടോണ്ട് പോകാൻ പോണത്. അപ്പൊ പിന്നെ ബോക്സിൽ വെക്കണ്ട, അല്ലാതെ വെക്ക് ഗൗരി. ഓക്കെ, ഇനി നമുക്കൊരു ഹെഡ്സെറ്റ് എടുക്കാം. നമുക്ക് പാട്ട് എല്ലാം കേൾക്കണമെങ്കിൽ കേൾക്കാലോ. പിന്നെ വേണമെങ്കിൽ ഈ ടോയ് എടുക്കണോ? ബേബി കരയുമ്പോ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് എന്ന് പറഞ്ഞ് കളിപ്പിക്കാം. ശരിയാ. Then dinosaur, ബൂ 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 ബൂ. ഡിനോസർ എടുക്കണോ? ഒരു ടോയും കൂടെ വെച്ചേരെ, നമുക്ക് കളിക്കാലോ. ഡൺ. ഓക്കെ, റാബിറ്റ്. ഇത് ടോയ്സ് എല്ലാം കൂടെ എടുക്കണ്ട. ഇതെനിക്ക് വേണം ഹാറ്റ്. എനിക്ക് തലയിൽ ഇട്ടോണ്ട് പോവാനാ. ഞാൻ വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോ ഈ ഹാറ്റ് ഇതെങ്ങനെ വെക്കും. എങ്ങനെയുണ്ട് ശിവന്റെ ഹാറ്റ്? നീ അതെടുത്ത് ബാഗിൽ വെക്ക, അല്ലെങ്കിൽ മറന്നു. ഓ ശരിയാ, അത് ശരിയാ, ഞാൻ മറക്കും, ഭയങ്കര മറന്നു. എനിക്ക് അതെടുത്ത് വെച്ചിട്ടുണ്ട്. ശിവ, നീ പേസ്റ്റ് എടുത്തില്ല, ബ്രഷ് എടുത്ത് വെച്ച്. ആ ശരിയാണല്ലോ, പേസ്റ്റ് എടുത്ത് വെക്കാൻ മറന്നുപോയി. ഏത് ബോക്സിലായിരുന്നു വെച്ചത്? ഇതിലല്ല വെച്ചത്. ആ, അതിൽ തന്നെയാ വെച്ചത്. ബ്രഷ് എല്ലാം പോയി. അതി വെച്ചോ. ഓക്കെ, നമ്മുടെ പേസ്റ്റ് ബ്രഷ് എല്ലാം ഈ ഒരു ബോക്സിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഗ്ലാസ് ഒക്കെ വേണ്ടേ? ശരിയാ, 2 പ്ലേറ്റ്, പിന്നെ ഒരു കുപ്പിയും കൂടെ വെക്കാം, ഒരു ഗ്ലാസും കൂടി വെക്കാം. അത് നമുക്ക് ഈ പെട്ടി വെക്കാം. ഓക്കെ, ഹെഡ്സെറ്റും ടോയ്സ് ഒക്കെ ഇതിനകത്ത് വെക്കാം. ഹെഡ്സെറ്റ് ഇവിടെ വെച്ചേരെ. ശരിയാ, ഹാറ്റ് ഇവിടെ വെക്കാം. നമുക്കിപ്പോൾ ഒരുങ്ങുമ്പോ എടുക്കാം. ഈ ഒരു പെട്ടിയിലും കൂടെ വെക്കാറുണ്ടല്ലോ. ശരിയാ, ഈ ഒരു ട്രോളിയിലും കൂടെ നമുക്ക് ലാസ്റ്റ് സാധനങ്ങൾ വെക്കാം. ഇതും വെക്കാം. ഇത് മമ്മയുടെ ബാഗല്ലേ? മമ്മയുടെ ബാഗിൽ കുറച്ച് ഇമ്പോർട്ടൻസ് സാധനങ്ങൾ വെക്കേണ്ടി വരും. അതവിടെ ഇരിക്കട്ടെ. എന്റെ ഷൂ എവിടെ? മുടി ഇങ്ങനെ ചീവിയാൽ മതിയോ, അതോ പിന്നെ ഇടണോ? അല്ല, ഇങ്ങനെ ഇടാം. ഈ ഡ്രസ്സിൻ്റെ കൂടെ
ഇതാണ് മാച്ച്. ഓക്കെ ഫൈൻ. ഓക്കെ ഇനി ചപ്പലും കൂടി ഇട്ട എൻ്റെ പണി ഓക്കെ. ഓക്കെ ബൂട്ട്സ് ഇട്ടു. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എനിക്ക് ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ ഒരു കിടക്കാച്ചി ഉടുപ്പിടാൻ പോവാ. മമ്മ ഞാനും അമ്മയെ പോലെ സൂപ്പർ ഉടുപ്പിടാൻ വേണ്ടിട്ട് പോവാ. ഈ ഡ്രസ്സ് വന്ന് ഓസം ആയിട്ടുണ്ട്. അപ്പൊ ഇതാ ഞാൻ ഇടുന്നത്. ഇത് നെക്ലസ് പോലെ ഉണ്ട് ഇതിനകത്ത്. ഓ ഈ ഡ്രസ്സിന്റെ ബാക്കിൽ അയച്ചുണ്ട്. ഓക്കെ എന്നിട്ടാണ് ഇപ്പൊ നല്ല ക്യൂട്ട് ആയിട്ടില്ലേ. ഇന്നെക്കാളും നല്ല സൂപ്പർ ആയിരിക്കും. എന്നാലും പെട്ടെന്ന് ഈ 2 ദിവസം കഴിഞ്ഞ് സ്കൂൾ തുറക്കാനുള്ളു. അപ്പൊ തന്നെ ഇങ്ങനെ വെക്കേഷൻ ട്രിപ്പ് ഇട്ടത് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എന്ത് ചെയ്തേനെ. ഇനി പാൻസ് ഇടാം. ഓ പാൻസ് വന്നിട്ട് കുറച്ച് വലുതാണെന്നാ തോന്നുന്നത്. എന്നാലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒയ്യോ നല്ല വലിപ്പമാണെന്ന് തോന്നുന്നല്ലോ. എന്നാലും സാരമില്ല, ഞാൻ എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിടും. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. എന്നാലും നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇപ്പൊ എന്നെ കാണാൻ വേണ്ടിയിട്ട്. എന്റെ ഡ്രസ് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമായോ ഗൈസ്? ഓക്കെ ഫൈൻ. ഇനി എന്റെ ബൂട്ട്സും കൂടി ഇട്ടാ എന്റെ ഒരുക്കം കഴിഞ്ഞു. ഇപ്പൊ എന്നെ കാണാൻ എന്ത് രസമായിട്ടുണ്ട്. എന്റെ ഡ്രസ് കലക്കി. ഇനി അടുത്തത് ശിവ. അങ്ങനെ എത്ര നാളായി ടൂർ പോയിട്ട്. ഈ ഒരു ഹാറ്റ് കൂടി വെക്കാൻ തലയിൽ. ദെൻ ഒരു ഹെഡ്സെറ്റ് കൂടി ഇട്ടാൽ ലുക്കായി. ഓക്കെ ഡൺ. കൊള്ളാത്ത ഉടുപ്പ്. എന്റെ ഫോക്ക്. അത് ഓൺലി ഫോക്ക്. La 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 la. ഡേയ് എല്ലാരും റെഡി ആയോ? ഞങ്ങൾ റെഡിയായി പപ്പ. പപ്പ ഒന്ന് റെഡിയായാ മതി. ഓഹ് എൻ്റെ താമസമാണോ? വേഗം റെഡി ആവാം. ഇതെന്താ കോളറൊന്നും ശരിയായിട്ടിരിക്കാത്തെ? ഓക്കെ പെർഫെക്റ്റ്. ആഹാ എല്ലാരും സെറ്റ് ആയല്ലോ. ഇതാണ് എൻ്റെ വേഷം. എങ്ങനെയുണ്ട്? ഇതെന്തുവാ ഞങ്ങൾ എല്ലാരും നല്ലപോലെ ഒരുങ്ങിയപ്പോ നിങ്ങൾ മാത്രം എന്താ പഴയ ഡ്രസ്സ് എടുത്തിട്ടേക്കുന്നത്? പുതിയത് എടുത്തിട്ടിട്ട് വാന്നേ. ഓ എല്ലാരും ഭയങ്കര ചെത്തിലാണല്ലോ. പിന്നല്ലാതെ വല്ലപ്പോഴല്ലേ പുറത്ത് പോണത്. അപ്പൊ ഇത്തിരി ചെത്താന്ന് കരുതി. എനിക്ക് ഈ ഡ്രസ്സ് പോരെ? മാറ്റണോ? ഓക്കെ നിക്ക്. ഓ ഇനി നമ്മളായിട്ട് സ്റ്റൈല് കുറച്ചില്ല എന്ന് പറയണ്ട. ചൂടുവാ ഈ ഡ്രസ്സ്.
ലാ 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 ലാ. ഇനി നമ്മൾ സ്റ്റൈൽ കുറച്ചില്ലെന്ന് പറയണ്ട. ഓ ആയിക്കോട്ടെ. എല്ലാരും ഒരു കാര്യം ചെയ്, വണ്ടിയിലോട്ട് കേറ്. അങ്ങനെ എല്ലാരും റെഡിയായി. പപ്പയുടെ ഡ്രസ് സൂപ്പർ, മമ്മിയുടെ ഡ്രസ് അതിനേക്കാൾ സൂപ്പർ, ബേബീസിന്റെ ഡ്രസ് സൂപ്പർ, എന്റെ ഡ്രസ് അതിനേക്കാൾ സൂപ്പർ, നിന്റെ സൂപ്പർ. അപ്പൊ നമ്മൾ എല്ലാരും റെഡി. പപ്പ ഞങ്ങൾ വണ്ടി കേറട്ടെ? പപ്പ പപ്പ ഞങ്ങൾ വണ്ടി കേറട്ടെ? ആ നിക്ക്. ഓ ആ പെട്ടികളൊക്കെ ഇങ്ങ് എടുക്ക്. പെട്ടിയൊക്കെ ഇതിന്റെ മുകളിൽ വെക്കാം. വേഗം വാ. ഓക്കേ പപ്പ. പെട്ടി ദാ ഉണ്ടായിരുന്നു പപ്പ. പപ്പ നമുക്ക് പെട്ടിയല്ല ഇതിന്റെ മുകളിൽ വെക്കാം. പപ്പ എന്റെ പെട്ടി ഇന്നാ. Baby, baby, don't cry. എല്ലാരും നല്ല ഉറക്ക. കുറച്ച് വെള്ളം കുടിക്കാം. നല്ല പെയിനുള്ള പോലെ തോന്നല്ലോ. നാളെ നേരം വെളുക്കുന്നവരെ ഒന്ന് നിന്നാ മതിയായിരുന്നു. നേരം വെളുത്തിട്ട് ഹോസ്പിറ്റലിൽ പോവാം. കുറച്ച് വെള്ളം കുടിക്കാം. ഒരു പൊടി ഉറങ്ങാൻ പറ്റുന്നേയില്ല. അയ്യോ മനു, മനു, എന്താടി? അയ്യോ രുക്മണി, എന്താ? എന്തു പറ്റി രുക്മണി? അയ്യോ എണീക്ക്, സൂക്ഷിച്ച്. പയ്യെ. ഒന്നുമില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എനിക്ക് പെയിൻ സഹിക്കാൻ പറ്റുന്നില്ല മനു. അങ്ങോട്ടിരിക്കും, ഞാൻ ഡ്രസ് ചെയ്യട്ടെ. ചേട്ടത്തിയും കൂടെ വിളിക്കാം. ഹലോ രാധികേടത്തി, ഞാനാ. രുക്മിണിക്ക് നല്ല പെയിൻ ഉണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോവാ. വേഗം ഇങ്ങോട്ട് വരണേ. ഓക്കെ. എടത്തി വന്നോ? രുക്മിണിക്ക് നല്ല പെയിൻ. ഞാൻ വേഗം ഹോസ്പിറ്റലിലോട്ട് പോവാ. കുട്ടികൾ തനിച്ചേ ഉള്ളൂ, അവരെ ശ്രദ്ധിച്ചോണേ. ഞാൻ നോക്കിക്കോളാം. സൂക്ഷിച്ചു പോണേ. പെണ്ണുങ്ങൾ ആരെങ്കിലും വരണ്ടേ? ഞാൻ തൽക്കാലം അങ്ങോട്ട് കൊണ്ടുപോട്ടെ, നിങ്ങൾ വന്നാ മതി. സൂക്ഷിച്ചു പോ. ആ എടത്തി. മനു എന്തു പറ്റി? നല്ല പെയിൻ ഉണ്ട്, ഹോസ്പിറ്റലിലോട്ട് ഞാനുകൂടി വരാം. ആ ഏട്ടാ. എന്റെ ഈശ്വര, ഒന്നും വരുത്തല്ലേ. വേഗം ഇങ്ങോട്ട് കടത്തു. നിങ്ങൾ പുറത്തോട്ട് നിന്നോളൂ. അതെ, ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്യണം കേട്ടോ. വേഗം അത് ഊരിയിട്ട് ഈ ഡ്രസ് ഇട്ടോളൂ കേട്ടോ. ഞാൻ ഹെൽപ്പ് ചെയ്യാം. മെല്ലെ എണീക്ക്. എക്സ്ക്യൂസ് മീ, രുക്മിണിയുടെ ഡ്രസ്സും ഓർണമെന്റ്സും ഉണ്ട്, ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഓക്കെ ഡോക്ടർ. ഇനി ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് കേട്ടോ. ചെറിയ പെയിൻ കാണും, ഒന്ന് തിരിഞ്ഞടക്കണേ.
ചെറിയൊരു പെയിൻ കാണും കേട്ടോ. കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. അയ്യേ, എന്തിനാ ഇയാള് കരയുന്നേ? നല്ല സുന്ദരികളായ 3 പെമ്മക്കളെ കിട്ടിയില്ലേ, പിന്നെന്ത് വേണം? അതെ, രുക്മിണി പ്രസവിച്ചു. മോളാ ഇതാ. എടാ ചക്കരെ, എടാ ചക്കരെ, അച്ഛന്റെ മുത്ത്. ആഹാ, അച്ഛനെ പോലെ തന്നെ. അതെ, രുക്മിണിക്ക് 2ാമത് മോള് തന്നെയാ. ട്വിൻസ് ആണോ? എവിടെ നോക്കട്ടെ. എടി ചക്കര, എടി ചക്കര കുട്ടി. പൊന്നൂസേ, എനിക്ക് വയ്യ, എനിക്ക് വിശ്വസിക്കാൻ വയ്യ. അതെ, രുക്മിണിക്ക് ഒരു കുഞ്ഞോടിയുണ്ട്. ഒറ്റ പ്രസവത്തില് ട്രിപ്പിൾസ്. ഇന്നാ ട്രിപ്പിൾസോ? ഇതാശ്ചര്യം തന്നെ. അയ്യോടെ പൊന്നെ, എന്താണ് എന്താണെടെ മുത്ത? എന്താണ് എന്താണ് വല്യച്ഛന്റെ പൊന്നെ? വല്യമ്മയുടെ മുത്തേ. എന്തായാലും എനിക്ക് വിശ്വസിക്കാൻ വയ്യ, ഒറ്റ പ്രസവത്തില് 3 കുട്ടികള്. എന്റെ ഈശ്വര, ഇതാരൊക്കെയായി വരുന്നേ? I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. അല്ല, നിങ്ങളെല്ലാം കൂടെ എങ്ങനെ വന്നിവിടെ? അമ്മുമ്മേനെ ഏൽപ്പിച്ചിട്ടില്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് അമ്മുമ്മ എവിടെ? അമ്മുമ്മ മുറുക്കാൻ ചവയ്ക്കാൻ ഏതാ കടയിൽ കേറിയിട്ട് ഞങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഓ, ഈ അമ്മയുടെ ഒരു കാര്യം. ഒരു കാര്യം ചെയ്, ഞാൻ ഫാർമസിയിലോട്ട് പോവാ. നിങ്ങൾ അവിടെ പോയി അടങ്ങിയിരിക്കണം കേട്ടോ. ബഹളമൊന്നും വെക്കാൻ പാടില്ല. ഞങ്ങൾ അടങ്ങിയിരിക്കാം. ആ വാവിയൊക്കെ കാണിച്ചു തരാം. അവിടെ പോയിരിക്കെ. അമ്മ ഫാർമസിയിൽ പോയി മരുന്ന് എടുത്തിട്ട് വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ബഹളം വെക്കരുത്. ബേബീസിനെ കാണാൻ വന്നതാ. കം കം. ബേബിയുടെ ചേച്ചി ഇങ്ങോട്ടിരിട്ടോ. എല്ലാവരും ഹാൻഡ് വാഷ് ചെയ്തോ? ഓക്കെ ഓക്കെ, വെയിറ്റ്. So cute baby. My sister. എന്ത് ക്യൂട്ടാ കാണാൻ. അച്ഛൂസേ, ബേബിക്ക് നിന്നെ വലിയ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അതെ അച്ഛൂസേ, എന്തുവാ പേരിടുന്നത്? മീനൂസ്. മീനു, മീനുട്ടി. വൗ! അച്ഛൂസേ, അടിപൊളി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പർനെ. രണ്ടാമത്തെ ബേബിക്ക് എന്താണ്?
മിയ മീനുട്ടി. അപ്പൊ മൂന്നാമത്തെ ബേബിക്കോ? അവനെ നമുക്ക് കിട്ടൂന്ന് വിളിക്കാം. നല്ല രസല്ലേ? ബേബി, ഞാൻ നിന്റെ ബിഗ് സിസ്റ്റർ ആണ്. ഡോണ്ട് ക്രൈ ബേബി, ബേബി ഡോണ്ട് ക്രൈ. ബേബി, ബേബി ഡോണ്ട് ക്രൈ. I'm your big sister. ക്ലോസറ്റ് ഒക്കെ ഞാൻ കഴുകിയേക്കാം. 2 ദിവസമായി കഴുകിയിട്ട്. പാതിരാത്രി വരെ ഫോണിൽ നോക്കി അടുത്ത് വെച്ച് കിടന്നുറങ്ങും. എപ്പോഴും പറയും ഫോൺ അടുത്ത് വെച്ച് കിടന്ന് ഉറങ്ങരുതെന്ന്. ഇങ്ങനെ എണീക്കട്ടെ, 2 കൊടുക്കണം. അയ്യോ, ബേബീസ് ഉണർന്നാ എൻ്റെ ഒരു ജോലിയൊന്നും നടക്കില്ല. മെല്ലെ ഒന്ന് ആട്ടിക്കൊടുക്കാം. ഉറങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് ഇവിടുത്തെ ജോലി എല്ലാം ഒതുക്കാം. ഹാവൂ, 3 പേരും കൂടെ ഇവിടെ എല്ലാം മുള്ളി നാറ്റിച്ച് വെച്ചിരിക്കുക. എല്ലാം ഒന്ന് തുടയ്ക്കട്ടെ. എന്ത് ജോലി എവിടെ? രാധികേച്ചിയും പിള്ളേരും ഉണ്ടപ്പം ഇതൊന്നും അറിയണ്ടായിരുന്നു. എല്ലാം രാധികേച്ചി ചെയ്യുന്നു. ആ കറുമ്പനും എല്ലാ ജോലിയും ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്യണം. ഇനി ഒന്ന് വേഗം കുളിക്കാം. ഈ പൊട്ടെടുത്ത് നമുക്ക് ഈ കണ്ണാടിയിലോട്ട് വയ്ക്കാം. ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുളിക്കാം. എൻ്റെ ഭാവി, നീ ഇന്നലെ രാത്രി എന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ല. ഇത്ര പെട്ടെന്ന് എണീച്ചോ? പെട്ടെന്ന് ഉറങ്ങടാ, എനിക്ക് ഒത്തിരി പണിയുള്ളതാ. ചിരിക്ക് ചിരിക്ക്, നിനക്കിങ്ങനെ ചിരിച്ച് കിടന്നാ മതിയല്ലോ. ഞാനല്ലേ ഇവിടെ കിടന്ന് പറന്ന് നടക്കുന്നത്. ഓ, ബാ 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 ബാ, കരയണ്ട കേട്ടോ. അമ്മ പാല് തരാം, വാ. എൻ്റെ പൊന്ന് ചക്കരക്കുട്ടി പാല് കുടിച്ചിട്ട് പെട്ടെന്ന് ഉറങ്ങണം കേട്ടോ. അമ്മയ്ക്ക് ഇവിടെ ഒരു 100 കൂട്ടം പണിയുള്ളതാ. ഇന്ന് ചാരുമോക്ക് സ്കൂളുള്ള ദിവസാ. അശോ, ഓ ഓ ഓ ഓ ഓ വാ വാ വോ വാ വാ വോ. അയ്യോ, ചാരുവിനെ വിളിച്ചില്ല.
ചാരുമോളെ, മോളെ എണീക്ക്. എടി ഇന്ന് നിനക്ക് പഠിക്കാൻ പോണ്ടേ? ചാരു, ചാരു, എണീക്കടി, പഠിക്കാൻ പോണ്ടേ? കുറച്ചും കൂടി. പറ്റില്ല, എണീക്ക്. സമയം ഒരുപാടായി. എനിക്ക് വയ്യ കിടന്ന് പടച്ചടിക്കാൻ. എണീക്കടി അവിടുന്ന്. ദേ നല്ല തല്ല് ഞാൻ തരും. എണീക്കാൻ. ചാരു, എന്റെ കയ്യിൽ നിന്ന് തല്ല് മേടിക്കാതെ വേഗം പോയി കുളിച്ചൊരുങ്ങി റെഡിയാവും. ചെല്ലെ, ആദ്യം പോയി ബ്രഷ് ചെയ്യ്. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ, ഇവനൊന്ന് ഉറങ്ങിയെങ്കിൽ. ഓ ഓ ഓ, എന്താ ചാരു ഇത്? കുഞ്ഞിനെ ഉറക്കുന്ന കണ്ടില്ലേ? നീ ഇങ്ങനെ ചാടിയൊക്കെ ഇറങ്ങിയാല്? സോറി അമ്മേ. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ, എന്റെ ഈശ്വരാ, ഭാഗ്യം ഉറങ്ങി. എൻ്റെ കുഞ്ഞാവ ഇവിടെ കിടന്നു. അമ്മ പോയി എല്ലാം ഒന്ന് ഒതുക്കട്ടെ. അമ്മ പറഞ്ഞിട്ടില്ലേ എല്ലാം ഒതുക്കണമെന്ന്. ആദ്യം ബെഡ്ഷീറ്റൊക്കെ നേരെ ഇടാ, എന്നിട്ട് പില്ലോ ഒക്കെ എടുത്ത് നേരെ വെക്കാം. എൻ്റെ പണി കഴിഞ്ഞു. ഇനി പോയി ബ്രഷ് ചെയ്യാം. എല്ലാവരും എണീക്കുന്നതിന് മുന്നേ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കാം, അല്ലെങ്കിൽ തുടങ്ങും. തുമ്പി, തുമ്പി, അമ്മേ, തുമ്പി. എന്തൊക്കെ പണിയാ രാവിലെ എണീക്കുമ്പോൾ തുടങ്ങുന്ന ജോലിയാ. മൂന്നൂട്ടൻ എണീക്കുന്നതിന് മുന്നേ പെട്ടെന്ന് ഒതുക്കാം, അല്ലെങ്കിൽ പിന്നെ അവൻ്റെ കൂടെ ഇരിക്കേണ്ട വരും. തുമ്പി, തുമ്പി, ഡേ. ഓ, എന്തുവാ കിടന്ന് അലർന്നേ? എന്തിയടി തോർത്ത്? ഈ മനുഷ്യന് കണ്ണും കാണാൻ വയ്യേ. എന്റെ പൊന്നു രഞ്ജിത്തേട്ടാ, അത് കൂടി തിരക്കെടുക്കാൻ മേലേ. തുമ്പി, ഇതാ വരുന്നു. ഇത് പിന്നെ എന്തോന്നാ? ഒന്നും നോക്കിയെടുക്കരുത് കേട്ടോ. കിടന്ന് വിളിക്കുക, തുമ്പി, തുമ്പി, തുമ്പി. ഈ സമയത്തൊന്നും തിരക്കെ കിട്ടില്ലേ? എന്റെ ചക്കര മുത്തിനോടല്ലാതെ ഇത് ഞാൻ വേറെ ആരോടാ പോയി ചോദിക്കുക? അയ്യോ, വേണ്ട സോപ്പ്. ഒന്ന് അടങ്ങ് മോളെ, കുറച്ചൊന്ന് ഉറങ്ങട്ടെ. ഒന്ന് പോടി. എന്തുവാ മക്കളെ? അമ്മൂസ്
കുറച്ച് ഉറങ്ങാനും സമ്മതിക്കില്ല. ഒന്ന് പോടി. കുറച്ച് കഴിയട്ടെ. എനിക്ക് ബാത്റൂമിൽ പോണം. എങ്ങനെയാ ഇപ്പൊ വെള്ളം കോരുന്നത്? ഈ കിണറിനകത്ത് എന്തൊരു ആഴമാ. ഇതിനകത്തെങ്ങാനും പോയി വീണാ പോയി. കിണറ്റിനകത്ത് പോയി നോക്ക്, ഞാൻ സഹായിക്കാം. എന്തുവാ ഒരു സൗണ്ട് കേട്ടത്? അയ്യോ, എന്താ കിണറ്റിലൊരു ബഹളം? അമ്മേ, അയ്യോ, എന്റെ ഈശ്വര, എന്റെ കുഞ്ഞ് മോളെ, കാത്തുമോളെ, മോളെ, തുമ്പി, തുമ്പി ഒന്ന് ഓടി വാടി. എടി, കാത്തു വെള്ളത്തിൽ പോയിടി. എടി, നമ്മുടെ കാത്തു കിണറ്റില് വീണു. തുമ്പി, തുമ്പി അവിടുന്ന് എണീക്കി. എന്താ ഒരു ബഹളം? എന്താ അമ്മേ? കാത്തു മോളത് കിണറ്റില് വീണ്. എന്റെ ഈശ്വര, എന്റെ കുഞ്ഞ്. അയ്യോ, എന്റെ കുഞ്ഞ്, എന്റെ മോള്, മോളെ, കാത്തു മോളെ. അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വായോ, എന്റെ കുഞ്ഞ്. അയ്യോ മോളെ, ഏട്ടാ എണീക്കേട്ടാ, ഏട്ടാ, ഏട്ടാ, മോള് കിണറ്റില് വീണേട്ടാ, ഏട്ടാ. എന്താ എന്താ ഒരു ബഹള? എന്താന്നറിയാൻ വയ്യ, അപ്പുറത്തെ വീട്ടിൽ നിന്നാ. അയ്യോ, കിണറ്റിൽ വീണെന്നൊക്കെ ആണല്ലേ പറയുന്നേ. അയ്യോ, കിണറ്റിൽ വീണെന്നോ? കാത്തുമോളാണോ? അയ്യോ, എന്റെ മോള്, അമ്മ, എന്റെ കുഞ്ഞ്. നിങ്ങളെല്ലാം കൂടെ നിലവിളിച്ച് അതിനെ കൂടെ പേടിപ്പിക്കാതെ. അയ്യോ, എന്റെ കുഞ്ഞ്, മോളെ കാത്തു, എന്റെ മോളെ, മോളെ ദേ ഇതിൽ പിടിച്ചു കയറ്. ആ, സൂക്ഷിച്ച്. അങ്കിൾ ഇതേ പയ്യെ പിടിച്ച് കയറ്റാ മോള. മോളെ അതിൽ പിടിച്ചോ. ആ തൊട്ടിയിൽ ആദ്യം കയറി നിൽക്ക്. ആ ആ ആ അങ്ങനെ. ആ കയറിലും കൂടെ പിടിച്ചോ മോള്. ആ ആ പയ്യെ അനങ്ങാതെ നിക്കണം കേട്ടോ. ആ പയ്യെ. ഓ മോളെ, എന്റെ പൊന്നു മോളെ, അമ്മയുടെ പൊന്നെ. ഈ സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക കേട്ടോ. ബൈ. അമ്മമ്മ എടുത്തു പോയി പറ. എന്തൊരു കഷ്ടം.
പാത്തുമോളോ? എന്താ മോളെ ഇവിടെ വന്നിരിക്കുന്നേ? ലതാണ്ടി, എനിക്ക് ബാത്റൂമിൽ പോകാൻ വയ്യ. ഞാൻ ഇവിടുത്തെ ബാത്റൂമിൽ പോകാട്ടെ ലതാണ്ടി. അതിനെന്താ മോള് വാ. അയ്യോ അയ്യോ അയ്യോ, എന്താ മോളെ? എനിക്ക് ബാത്റൂമിൽ പോകാൻ വയ്യ. അയ്യോ അയ്യോ, എനിക്ക് ഇപ്പോ പോണം. ഞാൻ ഇപ്പോ പോവും. അയ്യോ വാ മോള് വേഗം വാ. മോള് ആ ബാത്റൂമിലോട്ട് കയറിയിരിക്കെ, ഞാൻ വെള്ളം കോരി തരാട്ടോ. അയ്യോ, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അയ്യോ, എനിക്ക് ഇപ്പോ പോണം ബാത്റൂമിൽ. അയ്യോ. മോളെ വേഗം അങ്ങോട്ട് കയറി ചെല്. ആന്റി ദേ വെള്ളം കോരിയാ. ശ്ശോ. അയ്യോ ഞാൻ ബാത്റൂമിൽ പോയി. സോറി ലതാണ്ടി. ആ പോട്ടെ പോട്ടെ മോള് കരയണ്ട. പോട്ടെ ഞാൻ കഴുകി തരാട്ടോ. ആ പോട്ടെ കരയാതെ നിൽക്ക്. മോൾ അറിയാണ്ട് ചെയ്തല്ലേ. അങ്ങോട്ട് കുനിഞ്ഞിരിക്കി. ആൻറ്റി കഴുകി തരാമേ. കരയാതിരിക്കും മോളെ. ആൻറ്റി ഇത് കഴുകുകയല്ലേ. ആ കഴുകി. മോൾ അവിടെ നിന്ന് എണീക്കിട്ടോ. എന്താ മോളെ? ഇന്ന വെള്ളം ഒഴിച്ച് കഴുകിയിട്ടുണ്ട് കേട്ടോ. ഇനിയും പോണോ ബാത്റൂമില്? ചെല് ഓടിപ്പോയി ബാത്റൂമിലിരിക്കെ. ഞാൻ കുറച്ചുകൂടി വെള്ളം എടുത്തോണ്ട് തരാട്ടോ. ലതാണ്ടി, ബാത്റൂമിൽ പോയി. ഇനി വെള്ളം ഒഴിക്കും മോളെ. അമ്മേടാ അപ്പൂസി, അപ്പുക്കുട്ടാ എണീച്ചോ? കരയില്ലേടെ ചക്കരേ. വാ 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 വാ. അമ്മയുടെ മോൻ ഇങ്ങോട്ട് ഇരുന്നോട്ടോ. അമ്മയ്ക്ക് ഒരുപാട് ജോലിയുണ്ട്. അമ്മ വന്നിട്ട് മോനെ കുളിപ്പിക്കാട്ടോ. ഹായ് അപ്പൂസേ. അപ്പൂസ് എപ്പോ എണീച്ച്? അപ്പൂസിന് ഈ ചേച്ചിയെ ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടാ? അപ്പൂസ് കുറേക്കൂടെ വളരുമ്പോ നമുക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് കളിക്കാൻ പോവാം കേട്ടാ. ഏട്ടൻ രാവിലെ കാപ്പി കഴിക്കാൻ വരുന്നതിന് മുന്നേ മിറ്റുമൊക്കെ അങ്ങ് അടിക്കാം. എന്നിട്ട് പെട്ടെന്ന് കാപ്പിയൊക്കെ ഉണ്ടാക്കി വെക്കാം. ലതേ, ലതേ. ആ മോളിങ്ങോട്ട് വന്നായിരുന്നോടി? ആ വന്നു, ദേ ഇരിക്കുന്നു. മനുഷ്യന്റെ നല്ല ജീവൻ പോയി. ഒന്നും പറയാതെ അവൾ ഇങ്ങോട്ട് വന്നത്. ആ ഞാൻ ഉറക്കെ എഴുതിച്ച് നോക്കുമ്പോ അവൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ബാത്റൂമിൽ പോണോന്നും പറഞ്ഞിരിക്കായിരുന്നു. ഞാൻ വെള്ളം കോരുന്ന സമയത്ത് അവൾ അങ്ങ് മുണ്ടുവഴി സാധിച്ചു. എന്നിട്ട് സാരമില്ല, ഞാൻ അവളെ കഴുകി വൃത്തിയാക്കി ബാത്റൂമിലൊക്കെ പോയിതേ മോനുമായിട്ടിരുന്ന് കളിക്കുക. അയ്യ ഒരു നല്ല കുഞ്ഞ്. ഇങ്ങോട്ട് നടക്കടി ലക്ഷ്മി. അവക്ക് നടക്കാൻ വലിയ പാടാ. ഇവളും അതുപോലെ തന്നെയാ. ഇങ്ങോട്ട് നടന്നു ആടി. ഇങ്ങോട്ട് നടക്ക്.
രണ്ടുപേരും നന്നായിട്ട് വയറ് നിറച്ച് കഴിക്കട്ടെ. നമുക്ക് അപ്പോഴേക്കും ഇവിടെ ഇരിക്കാം. കാത്തു, എടി കാത്തു ചേച്ചി, എടി ഇങ്ങോട്ട് വന്നേ. ദേ രണ്ട് തുമ്പി. എവിടെ? ദേ അത് കണ്ടോ, രണ്ട് തുമ്പിയെടി. നോക്കിക്കേ. അയ്യോ, എവിടെ പോയി? എവിടെ? ഞാൻ കാണുന്നില്ലല്ലോ. ഞാൻ കണ്ടതാ, ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. നീ പൊടി കള്ളേ, നീ നാക്കെടുത്താന്നോണേ പറയൂ. കാത്തു ചേച്ചി, സത്യമായിട്ടും ഞാൻ കണ്ടതാ. ഇവിടെ രണ്ട് തുമ്പി ഉണ്ടായിരുന്നു. എനിക്കൊന്നും കേൾക്കണ്ട, നീ പോയേ.